ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയിൽ ഒരു വിശ്വാസി പങ്കെടുക്കുമ്പം പൂർണ്ണ ഹൃദയത്തോടെ പങ്കെടുക്കണം, അവിഭജിതമായ ഹൃദയത്തോടെ. ലോകത്തിൻ്റെ വ്യഗ്രതകൾക്കിടയിൽ ഓടി വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം ഹൃദയം ബലിപീഠത്തിൽ, ദേവാലയത്തിൽ ആ ബലിയുടെ ആത്മീയതയിൽ ചേർത്തു വയ്ക്കാനായിട്ടുള്ള ശ്രദ്ധയും ഇണങ്ങുന്ന മനോഭാവം ഉണ്ടാവണം. പല ആളുകളും പരിശുദ്ധ കുർബാനയ്ക്ക് കടന്നു വരുമ്പം അതിനെ പൂർണ്ണതയുള്ള ഒന്നായി കാണാതെ പാതിയിലും മറ്റ് ഏതെങ്കിലും ഇടത്തിലുമൊക്കെ വന്നു കയറി ആവശ്യമുള്ളപ്പോൾ ഇറങ്ങിപ്പോകുന്ന വിധം കുർബാന എന്ന് പറയുന്ന ആത്മീയതയുടെ ഏറ്റവും നിറവായ ഒന്നിനെ നഷ്ടപ്പെടുത്തുന്നത് സങ്കടത്തോടെ മാത്രമേ കാണാൻ കഴിയൂ. ഈശോ എത്ര മനോഹരമായിട്ടാണ് ലൂക്കാ സുവിശേഷം 10:27 പറഞ്ഞു വെക്കുക: ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം. വീണ്ടും മത്തായി സുവിശേഷം 6:21 പറയും: നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അപ്പോൾ ഈ ബലിപീഠത്തിലും ബലിയിലും നിക്ഷേപം കണ്ടെത്തിയാൽ ഹൃദയം അവിടേക്ക് ഇങ്ങനെ പൂർണ്ണതയോടുകൂടെ ചേർത്ത് വയ്ക്കാൻ കഴിയും. അല്ലെങ്കിൽ ശരീരം മാത്രം അവിടെ ആയിരിക്കുകയും ഹൃദയം മറ്റൊരിടത്താവുകയും ചെയ്യും. അന്തോണിയോസ് പുണ്യാളൻ പറഞ്ഞ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. സമ്പന്നൻ മരിച്ചിട്ട് ശവവുമായിട്ട് ആളുകൾ പോകുമ്പം എന്തിനാ ഈ വേഷം കെട്ടുന്നേ, ഹൃദയം വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് പണപ്പെട്ടിയിൽ മിടിക്കണത് കണ്ടു എന്നൊക്കെ വിശുദ്ധൻ്റെ ജീവചരിത്രം വായിക്കുമ്പം നാം കേൾക്കുന്ന അതേ ആത്മീയ ചൈതന്യം നമ്മുടെ നിക്ഷേപത്തെ ഈ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിശുദ്ധ കുർബാന എന്ന നിക്ഷേപത്തിന് വേണ്ടിയിട്ട് ഹൃദയം അതിൻ്റെ പൂർണ്ണതയിൽ ഒരുക്കണം. അതുപോലെ തന്നെ ലൂക്കാ സുവിശേഷം 24:32 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ: ഭക്ഷണത്തിലല്ല കൃപാവരത്താൽ ഹൃദയത്തെ ശക്തിപ്പെടുത്തണം. വചനം വ്യാഖ്യാനിച്ചപ്പോൾ ഹൃദയം ജ്വലിച്ചു. എമ്മാവൂസ് ശിഷ്യന്മാരുടെ കഥയിലാണ്. ഹൃദയാർദ്രതയോടുകൂടിയിട്ട് പരിശുദ്ധ കുർബാനയെ സമീപിക്കാനായിട്ട് പഠിക്കണം. എന്നുവെച്ചാൽ ഹൃദയം എന്ന് പറയുന്നത് ഒരു അവയവം എന്നതിലുപരി ഒരു മനോഭാവമാക്കി മാറ്റിക്കേ. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം ഈ വലിയ താല്പര്യത്തോടെ ഹൃദ്യമായിട്ട് നമ്മൾ പറയില്ലേ, ഹൃദയത്തെ കുറച്ചും കൂടെ ദൈവത്തിനും പ്രിയപ്പെട്ടവർക്കും വിശുദ്ധ കുർബാനയ്ക്കുമൊക്കെ ഇണങ്ങുന്ന വിധത്തിൽ ഒന്ന് രൂപാന്തരപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം കുറേയും കൂടെ സുന്ദരമായിട്ട് മാറും. ജോൺ പോൾ പാപ്പ മനോഹരമായിട്ട് ഈ ആത്മീയതയെ അവതരിപ്പിച്ചുകൊണ്ട് മനുഷ്യഹൃദയത്തിൽ ദൈവം ഒരു വിശപ്പ് നിക്ഷേപിച്ചിട്ടുണ്ട്. ആ വിശപ്പ് ദൈവത്തോടുള്ള സമ്പൂർണമായ ഐക്യത്തിൽ മാത്രം സംതൃപ്തമാക്കപ്പെടുന്നു. മനുഷ്യഹൃദയത്തിൽ സ്വർഗം നിക്ഷേപിച്ച വിശപ്പ്, ശരിക്കും പറഞ്ഞാൽ അത് വിശുദ്ധ കുർബാനയോടുള്ള വിശപ്പാണ്. ആ വിശപ്പിന് പരിഹാരം കിട്ടുമ്പം ശുശ്രൂഷയ്ക്ക് കരുത്തുണ്ടാകുമെന്ന് മദർ തെരേസ പറയും. അതുകൊണ്ടാണ് അൾത്താരയിൽ പരിഹരിക്കുന്ന വിശപ്പ് ചുറ്റുപാടിലേക്ക് കൈമാറാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ അധിക നേരമിരുന്ന് ഈ ഹൃദയത്തിൻ്റെ വിശപ്പിനെ പരിഹരിച്ചിട്ട് അവിടെ മുഴുവനും നിറവോടുകൂടെ ശുശ്രൂഷയുടെ ഇടത്തേക്ക് മദർ തെരേസ കടന്നു ചെന്നിട്ട് ആ വിശക്കുന്ന ജീവിതങ്ങൾ, ലോകം മുഴുവൻ വിശപ്പിലാണെന്നൊക്കെ മദർ പറയുന്നതിൻ്റെ കാരണം അതാ. കാരണം എന്താ? ദൈവത്തിന് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരുപാട് വിശപ്പിൻ്റെ ലോകമുണ്ട്. അവിടെ ഓരോ വിശ്വാസിക്കും വിശുദ്ധ കുർബാന ഒരു പരിഹാരമാണ്. അതുകൊണ്ടാണ് ജോൺ മരിയ വിയാനി പുണ്യവൻ പറഞ്ഞ്, ഹൃദയം തുറന്ന് ഒരുക്കത്തോടെ നീ ഈശോയെ വിളിച്ചാൽ നിൻ്റെ ഹൃദയ സക്രാരിയിൽ അവിടെ എഴുന്നള്ളി വരും. ഹൃദയം തുറന്ന് അവിടുത്തെ വിളിക്കണം. ഇരിക്കാൻ ഏറ്റവും പ്രിയമായി അവിടുന്ന് കരുതുന്ന ഇടം ഒരു വിശ്വാസിയുടെ ഹൃദയമാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് ഹൃദയം തുറന്ന് അവിടത്തെ ഒന്ന് വിളിച്ച് അവിടത്തേക്ക് ഇടം കൊടുത്ത് നമ്മുടെ ജീവിതത്തെ കുറേയും കൂടെ കുർബാനയ്ക്ക് ഇണങ്ങുന്നതാക്കി രൂപാന്തരപ്പെടുത്താം. ഫൗസ്റ്റീന പുണ്യവതിയുടെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്: ഓ ഈശോയെ, എൻ്റെ ഹൃദയത്തിൻ്റെ നിക്ഷേപമേ, എൻ്റെ ഏക സ്നേഹ വിഷയമേ, എൻ്റെ ആത്മാവിൻ്റെ പരമാനന്ദമേ, സ്വർഗീയ മഹത്വത്തിൽ അങ്ങയുടെ സിംഹാസനത്തിൽ അങ്ങേ ആരാധിക്കും പോലെ എൻ്റെ ഹൃദയത്തിൽ അങ്ങേ ആരാധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരുമൊക്കെ ചേർന്ന് അങ്ങേ ആരാധിക്കണത് പോലെ ഞാനും എൻ്റെ ഹൃദയത്തിൽ അങ്ങേക്ക് ഇടം തന്നിട്ട് ആരാധിക്കാൻ. വീണ്ടും വിശുദ്ധ പ്രാർത്ഥിക്കുകയാണ്: മറ്റാർക്കും പ്രവേശനമില്ലാത്ത എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വസിക്കണേ. ഉറപ്പിച്ച് പറയാൻ പറ്റണം, മറ്റാർക്കും പ്രവേശനമില്ലാത്ത എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വസിക്കണമേ. മനോജ്ഞമായ ഉദ്യാനത്തിൽ എന്ന പോലെ അങ്ങ് അവിടെ വിശ്രമിക്കണമേ. ഒരു വിശുദ്ധ തമ്പുരാന് വേണ്ടിയിട്ട് ഹൃദയവും ജീവിതവും കൊടുത്തിട്ട് വിളിച്ചു പറയുന്ന ആത്മീയതയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഈ പൂർണ്ണതയോടെ പങ്കെടുക്കേണ്ടതാണ്, ഹൃദയ ഒരുക്കത്തോടെ പങ്കെടുക്കേണ്ടതാണ്. ഹൃദയത്തിനകത്ത് നൈർമല്യം ഉണ്ടാവട്ടെ,
നമ്മൾ പലപ്പോഴും നിർമ്മലമായ ഒരു ഹൃദയം തരണേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നില്ലേ? ഓരോരുത്തരും ചിന്തിക്കണം, ധ്യാനിക്കണം. വിശുദ്ധ ബർത്തലോമിയോ കപ്പിത്വനോ എന്ന് പറയുന്ന വിശുദ്ധൻ പറയാണ്, കുർബാനയിലെ ഈശോ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു. അപ്പം കുർബാനയിലേക്കൊരു വിശ്വാസി ചേർന്ന് കഴിയുമ്പം ഹൃദയത്തിനുണ്ടാകുന്നത് വലിയ അത്ഭുതകരമായ മാറ്റമാണ്. സിപ്രിയൻ പുണ്യവാൻ പറയുകയാണ്, ഹൃദയത്തിൽ അനൈക്യവുമായിട്ട് ബലിയർപ്പിക്കാൻ കടന്നു വന്നാൽ ബലിപീഠത്തിൽ നിന്ന് മിശിഹ പിന്തിരിയും. ദൈവം തൻ്റെ മുഖം കായേൻ്റെ ബലിയിൽ നിന്ന് പിന്തിരിച്ചതുപോലെ. അപ്പം ഹൃദയത്തിൽ ഇങ്ങനെ വിഭജിക്കപ്പെട്ട് ശത്രുതയിൽ, കലഹത്തിൽ, ഭിന്നതയിൽ വിഭജിക്കപ്പെട്ട ഹൃദയത്തോടുകൂടെ ബലിയർപ്പിക്കാൻ വന്നിട്ട് ഒരു കാര്യമില്ല. ഹൃദയത്തെ ഇങ്ങനെ പരിശുദ്ധമായി സൂക്ഷിക്കണം. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 11:18 നമ്മൾ വായിക്കുന്നുണ്ട്, ഹൃദയത്തിൽ വചനം ഉണ്ടാവണം. നിൻ്റെ അകത്തിങ്ങനെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലേക്കും വചനം എത്താൻ തക്ക വിധം ഹൃദയത്തിൽ വചനം കൊടുക്കണം. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഹൃദയത്തെ ദൈവത്തിന് വേണ്ടി സജ്ജമാക്കിയിട്ട് അവിടുത്തെ ഇങ്ങനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വേണ്ടി കിട്ടി. യോസേപ്പ് പിതാവ് ചെയ്തത് എന്താണ്? പരിശുദ്ധിയമ്മ ഉദരത്തിലും വിശുദ്ധ യോസേപ്പ് ഹൃദയത്തിലും ഈശോയെ സ്വീകരിക്കുകയും. നമുക്കും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഫിലിപ്പിൻ്റെ പുണ്യവാൻ പറയാണ്, ദിവ്യകാരുണ്യമില്ലാതെ ഒരു വ്യക്തിക്ക് ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിക്കാൻ കഴിയില്ല. ജീവിത വിശുദ്ധി പാലിക്കണമെങ്കിൽ ദിവ്യകാരുണ്യം വേണം. അപ്പം ദിവ്യകാരുണ്യത്തോട് നാം ഹൃദയപൂർവകമായി അടുപ്പത്തിലാകുമ്പം നമ്മുടെ ജീവിതം വിശുദ്ധമാക്കപ്പെടും. വീണ്ടും പീറ്റർ ജൂലി നെയ്മാർ വിശുദ്ധം പറയാം, നിങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന കുർബാന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ചൂടുപിടിപ്പിക്കും. കുർബാന നമ്മുടെ ഹൃദയത്തിൽ ഒരു ജീവനായി, ചൈതന്യമായി, അഭിഷേകമായി, ആത്മീയതയായി രൂപാന്തരപ്പെടണം. നമ്മുടെ ഇങ്ങനെ ചുമ്മാ ലോകത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് കടന്നു പോകുന്നതിന് ഉപരി ഹൃദയത്തെ തമ്പുരാന് പ്രീതികരമാക്കി തമ്പുരാൻ്റെ ഇഷ്ടത്തിനിണങ്ങുന്ന വിധം രൂപാന്തരപ്പെടുത്തണം. ഹൃദയമാണ് ശരീരത്തിൽ ആദ്യമുണ്ടായ അവയവം. അതിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട്. അത് ദൈവത്തിൻ്റെ ഇടമാണ്. അത് ദൈവത്തിൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധ കുർബാനയെ അങ്ങ് പ്രതിഷ്ഠിക്കണം. അവിടെ കുർബാനയായിട്ട് എൻ്റെ ഹൃദയം സക്രാരി പോലെ ഹൃദയ സക്രാരി ഒരുക്കി അവിടത്തേക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും കൊടുക്കണം. അതിനിണങ്ങുന്ന സംസാരവും പ്രവൃത്തികളും നിലപാടുകളും കാഴ്ചകളും കാഴ്ചപ്പാടുകളും ഒക്കെ രൂപപ്പെടുത്താം. ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയമൊരുക്കി ഈശോയെ, ഞങ്ങൾ നിന്നെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ കുർബാനയിൽ പങ്കെടുക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ. പാതിയും അരയും മുറിയൊന്നുമല്ല, നിറവിൽ തമ്പുരാൻ്റെ കൃപയിൽ കുർബാനയോട് ചേരട്ടെ. ഹൃദയത്തിൽ കലഹമില്ലാതെ, കളങ്കമില്ലാതെ, കറയില്ലാതെ, കറുപ്പില്ലാതെ ഞങ്ങൾ കുർബാനയോട് ചേരട്ടെ. കുർബാന ഞങ്ങളെ അതിന് ശക്തിപ്പെടുത്തട്ടെ. അമ്മ മാതാവെ പ്രാർത്ഥിക്കണേ. സ്വർഗവാസികളെ പ്രാർത്ഥിക്കണേ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.